ഒരേ ഒരു മേസി മുത്താണ് മേസി ഞങ്ങളുടെ ചങ്കാണ് മെസ്സി. ഏ നാലാം തവണ ലോകകപ്പടിക്കാൻ ഇതായെത്തി നമ്മുടെ മെസ്സി. ഏ നോക്കട ബ്രച്ചുഗൽ ഫാൻസേ, പൊട്ടി പൊട്ടി കരച്ചിൽ നിർത്തു. ഈ കപ്പും ഞങ്ങൾക്കുള്ളതാണ്. ആണേ 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 ആണേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും മല്ലു ഹൗസിന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. ഗായ്സ്, എന്തൊക്കെയാണ്? അപ്പോൾ എല്ലാ അർജന്റീന ഫാൻസും ഇതാ മുൾമുനയിലാണ്. എന്തിനു മുൾമുനയിൽ? കപ്പ് അടിക്കാനുള്ള മുൾമുനയിൽ. അതെ, നമ്മുടെ ഫൈനൽ എത്തിക്കഴിഞ്ഞു. ഫുട്ബോൾ ഒരു കളി മാത്രമാണെന്ന് ചിലർ പറയും, പക്ഷേ ഞങ്ങൾ അർജന്റീനക്കാർക്ക് അതൊരു വികാരമാണെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. ഈ ബ്രച്ചുഗൽ ഫാൻസിന് പ്രത്യേകിച്ച് അറിയില്ലല്ലോ. ഒരു രാജ്യം, കോടിക്കണക്കിന് ആരാധകർ, ഒരു സ്വപ്നം. ആ സ്വപ്നത്തിന്റെ പേര് ലയണൽ മെസ്സി. പലരും പറഞ്ഞു മെസ്സിയുടെ കാലം കഴിഞ്ഞെന്ന്, അർജന്റീനയ്ക്ക് ഇനി ഒന്നും നേടാൻ കഴിയില്ല എന്നൊക്കെ. പക്ഷെ ചരിത്രം എന്താണ് തെളിയിച്ചത്? ഒരിക്കലും വിശ്വാസം കൈയിടാത്ത നമ്മളാണ് അവസാനം ആഘോഷിച്ചത്. മെസ്സി വെറും ഗോളുകൾ മാത്രം അടിക്കുന്ന കളിക്കാരനല്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ടീമിന് ആത്മവിശ്വാസം വീണ്ടും വീണ്ടും വാരിക്കോരി നൽകുന്ന ഒരു നേതാവാണ്. അതാണല്ലോ നമ്മൾ ഈ കണ്ട കളികളൊക്കെ കണ്ടത്. അവസാന നിമിഷം വരെ നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിൽ. പക്ഷെ എങ്കിലും നമുക്ക് എന്തായിരുന്നു ഉണ്ടായത്? പ്രതീക്ഷ. നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷ കൈവിട്ടില്ല. അവസാനത്തെ മിനിറ്റുകളിലാണ് നമ്മൾ ഓരോ ഗോളുകളും അടിച്ച് കയറ്റി ജയിച്ചത്. 12ഓളം ഗോളുകളാണ് നമ്മൾ അവസാനത്തെ 78 മിനിറ്റ് ശേഷം അടിച്ച്. കണക്കുകൾ പറയും, സത്യം എന്താണെന്നൊക്കെ കണക്കുകൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ ഓരോ പാസും ഓരോ ഡ്രിബ്ലിങ്ങും ഓരോ നിമിഷവും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റതാണ്. അത്രയും മാസ്മരികമാണ്. ഫുട്ബോൾ എന്നൊരു കലയാണ്. ലോകത്തിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അത് സത്യമാണ്. ആ സത്യത്തിൻ്റെ നായകൻ മെസ്സിയാണ്. ഇന്ന് അർജന്റീനയെ കാണുമ്പോൾ അതൊരു വ്യക്തിയുടെ ടീമല്ല, ഒരാൾക്ക് വേണ്ടി എല്ലാവരും, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ. അതാണ് ആ ടീമിന്റെ ശക്തി. അതിനാലാണ് ലോകത്തിലെ ഏറ്റവും ശക്തരായ ടീമിനെയും നേരിടാൻ അർജന്റീനയ്ക്ക് ആത്മവിശ്വാസമുള്ളത്. ടീം ഏതും വന്നോട്ടെ, അർജന്റീനയ്ക്ക് ഒരു ആത്മവിശ്വാസം തന്നെയാണ് കപ്പ് നമ്മൾ തന്നെ നേടുന്നുള്ളത്. കപ്പ് നേടുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഓരോ മത്സരവും പുതിയ വെല്ലുവിളികളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും വിശ്വസിക്കുന്നു, ഈ ടീമിന്റെ പോരാട്ട വീര്യവും മെസ്സിയുടെ അനുഭവ സമ്പത്തും അർജന്റീനയെ വീണ്ടും ലോകത്തിന്റെ നെറുകിലെത്തിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. ഇത് വെറും ഉറപ്പ് മാത്രമല്ല, ഒരു ആരാധകന്റെ വിശ്വാസമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ടീമുകളെ പോലും കാണുമ്പോൾ അർജന്റീന ഒരിക്കലും പേടിച്ച് കളിക്കുന്നില്ല. കാരണം എന്താണ്? അവർ എതിരാളിയുടെ ജേഴ്സി അല്ല, കളിയാണ് ബഹുമാനിക്കുന്നത്. ഇതാണ് അർജന്റീനയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മെസ്സിയെ കുറിച്ച് എല്ലാവരും സംസാരിക്കും, പക്ഷേ മെസ്സിയുടെ ഏറ്റവും വലിയ കഴിവ് ഗോൾ അടിക്കുന്നത് മാത്രമല്ല, ഒരു ടീമിലെ ഓരോ കളിക്കാരനും നിനക്ക് കഴിയുമെന്ന് വിശ്വസിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അർജന്റീനയുടെ ബെഞ്ചിലുള്ള കളിക്കാരൻ പോലും ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഒരു ഫൈനൽ കളിക്കാൻ പോലെ പോരാടുന്നത്. അർജന്റീനയുടെ ചരിത്രം നോക്കൂ. അവർക്ക് വിജയങ്ങൾ മാത്രമല്ല ഉണ്ടായത്, ഹൃദയം തകർത്ത തോൽവികളും ഉണ്ടായിരുന്നു. ഫൈനലിൽ കരഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. ആ കരച്ചിലിന് ശേഷമാണ് ലോകം കണ്ട ഏറ്റവും മനോഹരമായ തിരിച്ചുവരവ് അവർ നടത്തിയത്. അതാണ് ഈ ടീമിന്റെ യഥാർത്ഥ ശക്തി. ഒരു ആരാധകൻ എന്ന നിലയിൽ എനിക്ക് വിശ്വാസമുണ്ട്, കപ്പ് നേടണമെങ്കിൽ കഴിവ് മാത്രം പോരാ, നന്നായി ഒന്നായി മെയ്യഴക്കത്തോടു കൂടി പോരാടുന്ന മനസ്സും വേണം. ആ മനസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് അർജന്റീനയിലാണ്, അർജന്റീന ഫാൻസിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,